ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട പരസ്യ പ്രചരണം നാളെ അവസാനിക്കാനിരിക്കെ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ന് മുംബൈയിലാണ്. റായ്ബറേലിയിൽ പ്രചാരണത്തിനെത്തുന്ന സോണിയാഗാന്ധി എസ്.പി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി വേദി പങ്കിടും. രാകേഷ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, പ്രമുഖർ ജനവിധി തേടുന്നു. അഞ്ചാം ഘട്ടത്തിലാണിപ്പോൾ തെരഞ്ഞെടുപ്പ്. പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ? പാർവതി, അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് 49 മണ്ഡലങ്ങളാണ്. അതായത് 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അങ്ങനെ 49 മണ്ഡലങ്ങൾ. ഇതോടുകൂടി 400-ലധികം സീറ്റുകളിലെ വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ്. ഏതായാലും വലിയ പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിലാണുള്ളത്. ഒപ്പം അരവിന്ദ് കെജ്രിവാളും ഇന്ന് മുംബൈയിലുണ്ട്. കാരണം മഹാരാഷ്ട്രയിലെ 48-ൽ അവസാന ഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത്. 13 മണ്ഡലങ്ങളിലേക്കാണ് 20-ാം തീയതി ജനവിധി തേടുന്നത്. അപ്പോൾ മുംബൈ നഗരപ്രദേശങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ശിവസേനകൾ തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം ശിവസേനയുടെ ശക്തി കേന്ദ്രമാണ് മുംബൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. പ്രത്യേകിച്ച് ഈ 13 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും മുംബൈ മേഖലയിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന് തെളിയിക്കാൻ കഴിയുന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ഒപ്പം വരാനിരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ജനവിധി പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായാലും മുംബൈയിലാണുള്ളത്. ഒപ്പം MNS നേതാവ് രാജ് താക്കറെയുമായി പ്രധാനമന്ത്രി വേദി പങ്കിടുകയും ചെയ്യുന്നുണ്ട്. കേജ്രിവാൾ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മുംബൈ നഗരത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ഒപ്പം ഉദ്ധവ് താക്കറെ, ശരത് പവാർ തുടങ്ങിയ നേതാക്കളും കേജ്രിവാളുമായി വേദി പങ്കിടും. യുപിയിലേക്ക് വന്നാൽ യുപിയിൽ 14 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായ അല്ലെങ്കിൽ VIP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന റായ്ബറേലി, അമേഠി, ഒപ്പം തന്നെ ലക്നൌ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. റായ്ബറേലിയിൽ ഏതായാലും സോണിയാഗാന്ധി ഇന്ന് പ്രചാരണത്തിലെത്തുന്നു. സോണിയാഗാന്ധി ഏറെ കാലം പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യമായാണ് അവിടെ സോണിയാഗാന്ധി പ്രചാരണത്തിന് എത്തുകയും ചെയ്യുന്നത്. ഒപ്പം അമിത്ഷാ മണ്ഡലത്തിലുണ്ട്. ഈ ആഴ്ച അമിത്ഷാ 2ാം തവണയാണ് റായ്ബറേലിയിൽ എത്തുന്നത്. അപ്പോൾ റായ്ബറേലി പിടിക്കുക എന്ന ലക്ഷ്യം BJPക്കുമുണ്ട്. ഏതായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. 49 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഏതായാലും നാളെ അവസാനിക്കും. പാർവതി. രാകേഷ്, തുടരണം. മറ്റൊരു വാർത്തയിൽ കൂടി വിശദാംശങ്ങൾ തേടാനുണ്ട്. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെ ആക്രമിച്ചെന്ന പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. സ്വാതിയുടെ പരാതിയിൽ വിഭവിനെതിരെ കേസെടുത്തിരുന്നു. ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വനിതാ കമ്മീഷനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാകേഷ് തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. രാകേഷ്, സ്വാതിയുടെ പരാതി BJP ആയുധമാക്കുകയാണോ? പാർവതി, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം വലിയ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് വിഭവ് കുമാർ. അപ്പോൾ രാജി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് BJP നടത്തുന്നത്. പ്രത്യേകിച്ച് 25-ാം തീയതിയാണ് 7 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഡൽഹിയിൽ നടക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടു മുമ്പ് ഒരു വീണ് കിട്ടിയ അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ് BJP. ഏതായാലും സ്വാതി മാലിവാളിന്റെ പരാതിയിൽ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്യൽ, ഇന്നലെ സ്വാതി മാലിവാളിന്റെ മൊഴിയെടുക്കൽ ഇന്നലെ നടന്നിരുന്നു. ഇന്നലെ അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കും സ്വാതി മാലിവാളിനെ വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഭവ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്വാതി മാലിവാൾ പറഞ്ഞിരിക്കുന്നത് തന്റെ വയറിൽ ചവിട്ടി, ഒപ്പം തന്നെ മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ സ്വാതി മാലിവാൾ പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിഭവ് കുമാറിനെതിരെ കേസെടുത്തത്. സ്വാഭാവികമായും ഇന്നോ നാളെയായി വിഭവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. പ്രത്യേകിച്ച് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത്. ഒപ്പം ദേശീയ വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് ഹാജരാകാനാണ് ഇപ്പോൾ വിഭവ് കുമാറിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. വിഭവ് കുമാർ ഹാജരാകുമെന്ന കാര്യത്തിൽ ഏതായാലും വ്യക്തതയില്ല. പാർവതി. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെ ആക്രമിച്ചെന്ന പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് രാകേഷ്.